ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന കാര്യത്തിലേക്ക് മാത്രമല്ലല്ലോ, അതിനകത്ത് നേരെ പിന്നെ ഇത്രയും കുറവ് വരിക എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും ബാധിക്കുമല്ലോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഡിസംബർ 21-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പെൻഷൻകാർക്ക് സങ്കടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വന്നിട്ടുണ്ട്. പെൻഷൻ സാധാരണ എല്ലാ മാസവും വിതരണം ചെയ്യുമ്പോൾ ഓരോ മാസവും പണം കടമെടുത്തുകൊണ്ടാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും വീണ്ടും വലിയ വെട്ടിക്കുറക്കൽ വരുത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് പലതവണ വെട്ടിക്കുറക്കൽ വരുത്തിയിരുന്നു. നമുക്കറിയാം, 6 മാസത്തോളം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ ഒരു അവസ്ഥയുണ്ട് ഒരു വർഷം മുമ്പ്. അന്ന് കേന്ദ്രത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ ഒരു പെൻഷൻ മുടങ്ങിയത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ഇതേ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. സംസ്ഥാനത്ത് പഞ്ചായത്ത് ഇലക്ഷനോട് കൂടിയിട്ടാണ് 400 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്. നേരത്തെ 1600 ആയിരുന്ന സമയത്ത് ഓരോ മാസത്തെ പെൻഷൻ വിതരണത്തിനും 850 കോടി രൂപയോളം വേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് 1045 കോടി രൂപയാണ് വേണ്ടത്. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ച തുകയും 1045 കോടി രൂപയാണ്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വീണ്ടും വെട്ടിക്കുറച്ചതോടുകൂടി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം പ്രതിസന്ധിയിലേക്ക് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 3 മാസങ്ങൾ കൂടി കഴിയേണ്ടതുണ്ട്. 12,516 കോടി രൂപ അതുവരെ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് 5,900 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത് എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കത്ത് ബുധനാഴ്ച വൈകിട്ട് കിട്ടിയത്. ഇനി 6,572 കോടി രൂപ മാത്രമേ കേരളത്തിന് കടമെടുക്കാൻ കഴിയുകയുള്ളൂ. സാമ്പത്തിക വർഷാവസാനം, അതായത് മാർച്ച് മാസത്തിൽ വലിയ ചിലവുകൾ ഉണ്ട്. അതെല്ലാം ഇതിൽ നിന്നും കഴിയേണ്ടി വരും. സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളുടെ വിതരണം ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. ഈ 5,900 കോടി രൂപയുടെ കുറവിന് പുറമെ കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയുടെ പേരിലുള്ള വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറക്കൽ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇതെല്ലാം ചേർത്ത് ഈ സാമ്പത്തിക വർഷം മാത്രം വായ്പാ ഇനത്തിലും ഗ്രാന്റിലുമായി സംസ്ഥാനത്തിന് ഏകദേശം 17,000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു എന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തൊഴിലുറപ്പ് പരിഷ്കരണ ബിൽ ലോക്സഭയിൽ പാസാക്കിയതോടെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭാരം കൂടിയെന്നും ഈ ഇനത്തിൽ 2,000 കോടി രൂപ കേരളത്തിന് ബാധ്യതയാണ് എന്നും GST നിരക്കുകൾ ഏകീകരിച്ചതോടുകൂടി കേരളത്തിൽ മാത്രം 8,000 മുതൽ 10,000 കോടി രൂപ വരെ നഷ്ടമുണ്ടായി എന്നും ധനമന്ത്രി പറഞ്ഞു. GST കുറച്ചു എങ്കിലും സാധനങ്ങളുടെ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നും ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഒരു ആശങ്കയുണ്ടാകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ മുടങ്ങാതെ പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിലും ഭാവിയിൽ അത് മുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വ്യക്തമാക്കുന്നത്. എല്ലാ മാസവും കടമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നത് പ്രതിസന്ധിയിലാകും. അടുത്ത മാസം, അതായത് ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന ബജറ്റ് നടക്കുകയാണ്. സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള 2,500 പെൻഷൻ എത്തിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. എന്തായാലും ഏപ്രിൽ മാസമായാൽ പുതിയ സാമ്പത്തിക വർഷമാകും. അപ്പോൾ കടമെടുക്കുന്നതിന് കുറച്ചുകൂടി സാധിക്കുന്നതാണ്. എങ്കിലും വർഷം സംസ്ഥാനത്തെ കടമെടുക്കാനുള്ള പരിധിയിൽ വലിയ വെട്ടിക്കുറവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ളത്. അത് മറ്റ് പദ്ധതികളെയും, ക്ഷേമ പെൻഷൻ മാത്രമല്ല സ്ത്രീ സുരക്ഷാ പെൻഷൻ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെയെല്ലാം ബാധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. സപ്ലൈകോയുടെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ രാവിലെ 10-ന് പുത്തിരിക്കണ്ടം മൈതാനിയിൽ നിർവഹിക്കും. 31 വരെയാണ് ചന്തകൾ പ്രവർത്തിക്കുക. തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനം, കൊല്ലം ആശ്രമം മൈതാനം, പത്തനംതിട്ട റോസ് മൗണ്ടൻ ഓഡിറ്റോറിയം, കോട്ടയം
തിരുനക്കര മൈതാനം, എറണാകുളം മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകോട് മൈതാനം എന്നിവിടങ്ങളിൽ പ്രത്യേക ചന്തകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാലയിൽ ചന്തകൾ ഉണ്ടാകും. 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾ 5 മുതൽ 50% വരെ വിലക്കുറവിലും ലഭിക്കും. 20 കിലോ അരി 25 രൂപക്ക് ഫെയറുകളിലും ലഭ്യമാകും. 500 രൂപക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 1 കിലോ ശബരി ഉപ്പ് 1 രൂപക്ക് നൽകും. ക്രിസ്മസിനോടനുബന്ധിച്ച് സാന്റ് ഓഫർ എന്ന പേരിൽ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രത്യേക ക്രിസ്മസ് കിറ്റും വാങ്ങാൻ സാധിക്കുന്നതാണ്. കേക്ക്, പഞ്ചസാര, തേയില, പായസം മിക്സ്, ശബരി അപ്പപ്പൊടി, മസാലകൾ എന്നിവയടങ്ങിയ 667 രൂപയുടെ 12 ഇനം കിറ്റിന് 500 രൂപ നൽകിയാൽ മതിയാകും. സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും 250 രൂപക്ക് മുകളിൽ ഇന്ധനം നിറക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും 1000 രൂപക്ക് മുകളിൽ ഇന്ധനം നിറക്കുന്ന മറ്റു വാഹനങ്ങൾക്കും കൂപ്പണുകൾ നൽകും. 1000 രൂപക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക കൂപ്പണുകൾ ഉപയോഗിച്ച് 50 രൂപ ഇളവ് ലഭിക്കുന്നതാണ്. സപ്ലൈകോ അത്യാധുനിക രീതിയിൽ സംവിധാനം ചെയ്യുന്ന ഷോപ്പിംഗ് മാളായ സിഗ്നേച്ചർ സ്മാർട്ട് തലശ്ശേരിയിലും കോട്ടയത്തും ജനുവരിയിൽ ആരംഭിക്കുന്നതാണ്. സംസ്ഥാനത്ത് പെൻഷൻ വർദ്ധിപ്പിച്ചതിനോടൊപ്പം കുട്ടിഘോഷിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ വീട്ടമ്മ പെൻഷൻ എന്ന് പറയുന്ന 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള മറ്റ് സർക്കാർ ക്ഷേമ സഹായങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് ലഭിക്കുന്ന 1000 രൂപ പെൻഷൻ. ആ ഒരു പെൻഷൻ വിതരണം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു എങ്കിലും അത് നടപ്പിലാക്കാനായില്ല. എങ്കിലും ഈ പദ്ധതിക്ക് വേണ്ട വ്യാജ അപേക്ഷാ ഫോം അടിച്ച് വിതരണം ചെയ്യുന്ന ഒരു നടപടിയൊക്കെ ഉണ്ടായി. പക്ഷെ അതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയുണ്ടായി. തദ്ദേശ മന്ത്രിയുടെ ഓഫീസ് തന്നെ അത്തരം അപേക്ഷാ ഫോം ഇറക്കിയിട്ടില്ല എന്നും വ്യക്തമാക്കി. പക്ഷേ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഇത് പ്രകാരം ഇതിന്റെ അപേക്ഷ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷകൾ നൽകേണ്ടത്. നേരിട്ട് നൽകണം എന്നായിരുന്നു അത് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ പദ്ധതിയിലൂടെയുള്ള 1000 രൂപയുടെ വിതരണവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി മുഖാന്തരം സേവന വെബ്സൈറ്റിലൂടെ തന്നെയായിരിക്കും പെൻഷൻ വിതരണ നടപടികൾ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെ ഇത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് എങ്കിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ തന്നെയായിരിക്കും അപേക്ഷ നൽകേണ്ടി വരിക. ഇതിനു വേണ്ടിയിട്ട് എന്തെല്ലാം രേഖകൾ വേണം എന്നുള്ളതൊക്കെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മുമ്പ് പലതവണ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് എന്താണ് എന്ന് അറിയാത്തവർ താഴെ ചോദിച്ചാൽ മതി, കമന്റിൽ മറുപടി നൽകുന്നതാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതിനി അപേക്ഷ സ്വീകരിക്കുക ഓൺലൈനായിട്ടായിരിക്കും. നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നിലവിൽ അപേക്ഷ തുടങ്ങിയിട്ടില്ല. നിലവിൽ നമുക്കറിയാം ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിൽ പുതിയ ഭരണസമിതി അധികാരത്തിലേറാനിരിക്കുകയാണ്. അത് അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും ഇനി പദ്ധതിയിലേക്ക് ഓഫ്ലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കാൻ സാധ്യത. അപ്പോൾ ഇതാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അറിയുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.